ചേട്ടാ, അടൂർ പ്രകാശും കെ സുധാകരനും, കണ്ണൂരിൽ കെ സുധാകരനും കോന്നിയിൽ അടൂർ പ്രകാശും രണ്ടുപേരും എം പിമാരാണ്. അവരെ മത്സരിപ്പിക്കേണ്ട എന്നതായിരുന്നു UDF തീരുമാനം. പക്ഷേ ഇരുവരും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ? തികഞ്ഞ സംഘടനാ പാഠവും ക്രൗഡ് പുള്ളേഴ്സുമാണ് ഈ രണ്ടുപേരും, അറിയാവുന്നതാണ്. ഒരാൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈഴവ സമുദായത്തിന്റെ അനിഷേധ്യനായ നേതാക്കന്മാരിൽ ഒരാളാണ് അടൂർ പ്രകാശ്. അതുപോലെ തന്നെ കെ സുധാകരൻ, കണ്ണൂരിൽ പിണറായിക്ക് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ. ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തുമ്പോൾ UDFന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെയല്ലേ ആകെപ്പാടെ മാറി മറിയുന്നത്? അല്ല, UDFന്റെ തെരഞ്ഞെടുപ്പ് ചിത്രമൊന്നും മാറി മറിയാൻ പോകുന്നില്ല. ഇതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കെ സുധാകരൻ കണ്ണൂർ മത്സരിക്കും. കെ സുധാകരൻ എന്താണ് എന്നുള്ളത് കേന്ദ്രത്തിലെ ഇപ്പോൾ അവരുടെ AICCക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം മത്സരിക്കും. അദ്ദേഹത്തിനെ മത്സരിപ്പിക്കേണ്ടി വരും. കാരണം മറുവശത്തുള്ളത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. 3.0 പിണറായി വിജയൻ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് അവരുടെ ഗതികേടാണ്. അത് LDFന്റെ ഗതികേട്. വേറെ ആരുമില്ല, വേറൊരു മുഖം അവർക്ക് പറയാനില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇപ്പം നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് മുഖ്യമന്ത്രിയായി വരുമ്പോൾ കണ്ണൂരുകാരനായ മറ്റൊരാളെ KPC പ്രസിഡന്റ് ആയിക്കൊണ്ട് വെക്കുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ ഒന്നും തന്നെ പറയാതെ എടുത്തു മാറ്റുന്നു? അതായത് ഈ KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് ഒരു ഹോട്ട് സീറ്റാണ്. അതെ, ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നവരെ ഒക്കെ തന്നെ നിഷ്കരണം വലിച്ചു താഴെയിട്ട ചരിത്രമാണ് ഈ KPCC എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് പദവിക്കുള്ളത്. ഒന്ന് രണ്ട് ഉദാഹരണം പറയുമ്പോഴത്തേക്ക് തെന്നല ബാലകൃഷ്ണപിള്ളയെ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഈ തെന്നല ബാലകൃഷ്ണപിള്ളയെ എങ്ങനെയാണ് അവർ പറഞ്ഞു വിട്ടത്? കളിയാക്കി പാടുമായിരുന്നു. തെന്നലേ തെന്നലേ എന്നും പറഞ്ഞൊക്കെ കളിയാക്കി പാടുമായിരുന്നു. ഈ തെന്നല ബാലകൃഷ്ണപിള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബന്ധുവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ ഒരു വേള മാറ്റി നിർത്തുമ്പോൾ സുധാകരനോട് അന്ന് ഈ പാർട്ടിക്ക് എന്ത് മറുപടിയാണ് ഉണ്ടായിരുന്നത്? പിന്നീട് ഇങ്ങോട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട VD സതീശന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ ഒരു ഭരണം ഇരിക്കുമ്പോൾ ആ ഭരണത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവാറുണ്ട്. പ്രശാന്ത്, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരം നെളിക്കുന്ന കാര്യം ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അറ്റ് പ്രസന്റ് ഒരു സമയമാണ്. ആ സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഇതുണ്ടാവും, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ജയിച്ചിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ കഴിവുകേടെന്നല്ല പറയുന്നത്. പാലക്കാട് ജയിച്ചു, പിന്നെ തൃക്കാക്കര ജയിച്ചു, എന്തിനും ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളിയിൽ ജയിച്ചു, ബഹുമാനപ്പെട്ട നേതാവ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ ജയിച്ചു, ഇങ്ങനെ പിന്നെ നമ്മുടെ പാലക്കാട് മാങ്കൂട്ടം ജയിച്ചു. അതെല്ലാം അദ്ദേഹത്തിന്റെ കഴിവാണ്. പക്ഷെ ഇവിടെ കണ്ണൂര് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമല്ല കെ സുധാകരൻ. പ്രശാന്തിന് അറിയോ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുന്നുകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഈ കൈരളി ചാനൽ ഇരിക്കുന്നതിന്റെ താഴെ. അവിടെ കെ സുധാകരന്റെ തന്നെ ആൾക്കാരുണ്ട് കോൺഗ്രസിലെ. ഒരു തവണ പിന്നെ തദ്ദേശ ഇലക്ഷൻ നടന്നപ്പോൾ കെ സുധാകരന്റെ ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് റിബലായിട്ട്. എന്നിട്ട് ആ മാഡം ജയിച്ചു. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം നിർത്തിയ കാൻഡിഡേറ്റ് ജയിച്ചു. കോൺഗ്രസിന് റിബലായിട്ട് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മേഡത്തിനെ അവിടെ മത്സരിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് ഒരു വനിതയെ മത്സരിപ്പിച്ചു. ഇതിപ്പം ഇടതുപക്ഷത്തായിരുന്നെങ്കിൽ പാർട്ടി വിരുദ്ധതയാണ് കേട്ടോ. ഇടതുപക്ഷത്ത് ഇപ്പം നടക്കുന്നില്ലേ? ഇടതുപക്ഷത്ത് നടന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ലേ? ശ്രീകണ്ഠൻ ചേട്ടൻ, ദേശാഭിമാനിലെ ബ്യൂറോ ചീഫായിരുന്ന ശ്രീകണ്ഠൻ ചേട്ടൻ്റെ അടുത്ത് മത്സരിക്കാൻ പറഞ്ഞിട്ട് ശ്രീകണ്ഠൻ ചേട്ടൻ റെഡി ആയിരുന്നപ്പോഴത്തേക്ക് ശ്രീകണ്ഠൻ ചേട്ടനെ മാറ്റിയിട്ട് വേറൊരാളെ കടകംപള്ളി നിർത്തി. ശ്രീകണ്ഠൻ ചേട്ടൻ മത്സരിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നടന്നു, അതവിടെ നിന്നോട്ടെ. അപ്പൊ ഇത്തരത്തിൽ കണ്ണൂര് കെ സുധാകരൻ മത്സരിക്കണം എന്ന് പറയുമ്പോൾ അത് ശരിക്കും കേരളത്തിലെ ജനതയുടെ ഒരു ആവശ്യമാണ്. കെ സുധാകരനെ ഇപ്പൊ ഡൽഹിയിലോട്ട് വിളിച്ചിട്ടുണ്ട്. വരൂ, ഡൽഹിയിലേക്ക് വരൂ, നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചു. കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വിളിച്ച് ട്രാപ്പിലാക്കി മനസ്സ് മാറ്റിക്കാനുള്ളൊരു ശ്രമം. കാര്യം കെ സുധാകരന് അനാരോഗ്യമാണ്. ഇതൊക്കെയാണോ പ്രശാന്ത് ഈ പറയുന്ന ഒരു നേതാവിനെ ഇങ്ങനെയൊക്കെ പറയാവൂ? അല്ല, കേരളത്തില് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആർക്കൊക്കെയോ അനവമതിന ഈ ഇഷ്ടമില്ലാത്തൊരു അവമതിപ്പ് വല്ലാതെ അദ്ദേഹത്തിനോട് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു പവറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പവർ എന്ന് പറയുന്ന ജനങ്ങൾ, അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ സാധാരണക്കാരായ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിൽ. കാര്യം ഒരു മാസിനെ അട്രാക്ട് ചെയ്യാനായിട്ട്, കൂടെ നിർത്താനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിന് വളരെ കൂടുതലാണ്, അല്ലേ? ക്രൗഡ് പുള്ളറാണ്. അതെ. അപ്പൊ അതായത് ഒരു ജനകീയ നേതാവ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിനെ ശ്രവിക്കാനായി വരണം. അതെ, അദ്ദേഹത്തിനെ ശ്രവിക്കാനായി വരിക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത് കേരളത്തിൽ ആരുടെ അജണ്ടയാണ്? ചേട്ടാ, കണ്ണൂരിന്റെ രാഷ്ട്രീയം നമ്മൾ സംസാരിച്ചു. കെ സുധാകരൻ മാറ്റി നിർത്തപ്പെടേണ്ടതല്ല, അദ്ദേഹം മത്സരിക്കേണ്ടതാണ്. നമുക്കിനി കോന്നിയിലേക്ക് വരാം. കോന്നി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അതുപോലെ തന്നെ BJPക്കും 3 പേർക്കും വിജയ സാധ്യതയും വിജയ പ്രതീക്ഷയുമുള്ള ഒരു മണ്ഡലമാണ് കോന്നി. കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിക്കുമോ?
പ്രശാന്തേ, ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയാണ്, ആ ജില്ലയിലാണ് കോന്നി വരുന്നത്. കോന്നിയിൽ ഈ നമ്മുടെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് എൻ്റെ കേട്ടറിവ്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് പോലെയാണ്. ഈ അദ്ദേഹം വെറുതെ ഒന്ന് കയറി ചോദിച്ചാൽ പ്രകാശ് അണ്ണനെന്നും അല്ലാതെ തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കാരാണ്. എനിക്ക് തന്നെ അറിയാന്നുള്ളൊരു നമ്മുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള ചേച്ചിയൊക്കെ ഉണ്ട്. ആ ചേച്ചിയിൽ ചോദിക്കുമ്പോൾ പറയും, പ്രകാശ് അണ്ണൻ വരും ദാസേ, ഞങ്ങളോട് ഒന്ന് ചോദിക്കാം. അപ്പൊ ആ ചേച്ചിയുടെ ഭർത്താവ് CPM കാരനാണ്, ആ ചേച്ചി CPM കുടുംബത്തിലാണ്. KR ഗൗരിയുടെ ഞാൻ ഒരിക്കൽ ഒരു ടോക്കിൽ ഇത് പറഞ്ഞതുമാണ്. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ഒരു ഭയങ്കര ഇഷ്ടമുണ്ട് അദ്ദേഹത്തിന്. അത് മാത്രമല്ല, നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഈ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി CPMന്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നു. അവിടുത്തെ പത്മകുമാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഈ കേസിൽ പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിർത്തുമ്പോൾ അത് കോൺഗ്രസിന് ഭയങ്കരമായ ഒരു ഇതാണ് ഉണ്ടാകുന്നത്, മൈലേജ് കൊടുക്കും. കാര്യം അദ്ദേഹത്തെ കുരുക്കാനായി രാഷ്ട്രീയമായിട്ട് CPM നടത്തിയ നീക്കങ്ങൾ നിങ്ങൾ കണ്ടു. അദ്ദേഹം ഈ പോറ്റിക്കൊപ്പം പോയി ഒരു ചിത്രം എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ കടന്നാക്രമിച്ച രംഗം നിങ്ങൾ കണ്ടില്ല. അവിടെ മുതൽ അദ്ദേഹം മത്സരിക്കരുത് എന്നുള്ള സ്ട്രാറ്റജി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മൾ ആരും വിചാരിക്കുന്ന രീതിയിലല്ല. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കോൺഗ്രസിനകത്തും ബന്ധങ്ങൾ നല്ല രീതിയിലുണ്ട്. അത് ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു കൈകടത്തലാണ് സുധാകരന് സീറ്റ് ഇല്ലാത്തതിൻ്റെന്ന് ആർക്കും വായിച്ചെടുക്കാൻ പറ്റും. പിണറായി വിജയൻ കണ്ണൂര് ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ പിണറായി വിജയന് ധർമ്മടത്ത് അല്ലെങ്കിൽ പോട്ടെ ആകെ മൊത്തം കണ്ണൂർ ടൗണിൽ സുധാകരൻ മത്സരിച്ചാൽ പിണറായി വിജയന് വലിയ പ്രശ്നം ഉണ്ടാവും. അതുപോലെ ഒരു സൈലന്റ് മൂവ്മെന്റ് പലയിടത്തും, ഇപ്പൊ കോന്നിയിൽ ഇദ്ദേഹം മത്സരിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് ഒരു മാസത്തിന് മുമ്പ് അദ്ദേഹത്തിനെ സ്പെഷ്യൽ SIT അദ്ദേഹത്തിനെ വിളിക്കുന്നു, പോറ്റിയോടുന്ന ചിത്രങ്ങൾ വെക്കുന്നു, ചോദ്യം ചെയ്യൽ നടത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു പേരുദോഷം ഉണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം മത്സരിക്കരുത്. ഇതെല്ലാം ഒരു ചെറിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഒരു ഗെയിമാണ്. ഈ ഗെയിമിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ചാത്തന്മാരുമാണ്. അദ്ദേഹം കുറെ ചാത്തന്മാരെ പലയിടത്തും വിട്ടിട്ടുണ്ട്, പല ചാത്തന്മാരെ. അതിൽ ഒരു ചാത്തനാണ് ഡൽഹി ഇരിക്കുന്ന ചാത്തൻ, ഈ പറയുന്ന ബ്രിട്ടാസ്. അത് ഒരു ചാത്തനാണ്. ആ ചാത്തനെ പാർട്ടിക്കകത്ത് ബേബിക്കിട്ട് പണിയാൻ കൂടിയാണ് ആ ചാത്തൻ അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ ചാത്തൻ ബേബിക്കിട്ടും പണിയും ഇതേപോലുള്ള പല. ഇപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് രാജ്യസഭയിൽ സോണിയാഗാന്ധി വരെ ഈ ചാത്തൻ പറഞ്ഞത്, ഈ ബഹുമാനപ്പെട്ട ഈ ജോൺ ബ്രിട്ടാസ്, എന്നിട്ടാണ് ഞാൻ ചാത്തൻ എന്ന് പറഞ്ഞു, ബഹുമാനവും പറഞ്ഞു ചാത്തൻ എന്ന് പറഞ്ഞു. ഈ ചാത്തൻ പറഞ്ഞതിന് സോണിയാഗാന്ധി വരെ ചെയ്തു. അപ്പൊ ഇദ്ദേഹം ആരാ? ഇദ്ദേഹം പറയുന്നത് ഇതേപോലെ ഒരു 5 കൈവരലുണ്ടെങ്കിൽ 5 ചാത്തന്മാർ പലയിടത്തും അദ്ദേഹം നിർത്തിയിട്ടുണ്ട്. അതിലൊരു ചാത്തൻ അങ്ങനെയുള്ള മൂവ്മെന്റ്. ഡൽഹിയിൽ വൻ ഓപ്പറേഷൻ നടക്കുവാണെന്നേ, ഡൽഹിയിൽ വൻ ഓപ്പറേഷൻ നടക്കുക. ഇവരൊന്നും മത്സരിക്കാൻ പാടില്ല. എന്തിന് MP മാർ മത്സരിക്കണ്ടെന്ന് പറയും. ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ വടക്കൻ മലബാർ മേഖലയിൽ തൂത്തുവരും. തൂത്തുവരും. അതിനുള്ള പണിയാണ് ഷാഫി മത്സരിക്കാനും MP മാർ ആരും മത്സരിക്കരുതെന്ന് പറയും. അല്ല, അത് അവരുടെ പാർട്ടി. അതായത് ഇനി ഒരിക്കൽ കൂടെ പ്രശാന്തെ, ഒരിക്കൽ കൂടി ഈ പറയുന്ന വില കൂടിയ കാറിൽ സഞ്ചരിക്കണം പ്രശാന്തെ. അധികാരമില്ലെങ്കിൽ ഇദ്ദേഹം ഒന്നുമല്ല, കൂടെയുള്ളവർ ആരും ഒന്നുമല്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി അത് ചിന്തിക്കണം. കോൺഗ്രസ് പാർട്ടി ചിന്തിക്കണം, ചെവി തുറന്ന് കേൾക്കണം, മനസ്സ് തുറന്ന് ഈ നാരോ മൈൻഡ് മാറ്റണം. നാരോ മൈൻഡ് മാറ്റിയിട്ട് ഒന്ന് മനസ്സ് വികസിപ്പിക്കണം. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മാത്രമാണ് അദ്ദേഹത്തെ വിളിച്ചത്. നിങ്ങൾ പോകരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്. സാർ, മാധ്യമങ്ങളോട് സംസാരിക്കരുത് നിങ്ങൾ വിലക്കിയിരുന്നാലും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. സുധാകരനെ അടുത്തറിയുന്നവർ അദ്ദേഹം മത്സരിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ ഒരു നല്ല നേതാവുണ്ട്, അടൂർ പ്രകാശിൽ ഒരു നല്ല നേതാവുണ്ട്. അത് അവർ മനസ്സിലാക്കണം. ഇന്നലെ ശിവഗിരി മഠാധിപതി വെറുതെ അല്ല പറഞ്ഞത്. അടൂർ പ്രകാശിനെ ബേസ് ചെയ്തെന്നുള്ളത് ആർക്കും കേൾക്കുമ്പോൾ മനസ്സിലാവും. അടൂർ പ്രകാശ് എന്ന് പറയുന്നത് ഈ സമുദായത്തിന്റെ ഒരു ഐക്കണാണ്. എന്താണെങ്കിലും കണ്ണൂരും കോന്നിയിലും വലതുപക്ഷത്തിന്റെ, കണ്ണൂരും കോന്നിയിലും മാത്രമല്ല, ഒരു നല്ല സ്ഥാനാർത്ഥി നിർണയം ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയില്ല എങ്കിൽ, ഇപ്പൊ സണ്ണി ജോസഫിന് എന്താ നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? സണ്ണി ജോസഫ്, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഈ കണ്ട ക്രിസ്ത്യൻ സമുദായത്തിന്റെ അവരുടെ സഭകളുടെ കേസ് പലതും വാദിക്കുന്ന വക്കീലാണ്. അദ്ദേഹത്തിന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പ്രാധാന്യമില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്കറിയോ? അപ്പൊ അതുകൊണ്ട് ഈ സാമുദായിക സന്തുലനം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും സന്തുലനം കൊടുക്കണം, കൂട്ടത്തിൽ ചിന്തിക്കണം. സാർ, ഭരണം പോയിരിക്കുകയാണ് സാർ. നിങ്ങൾക്ക് ഈ പറയുന്ന MP മാർ പോയാലും ഇവർക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ ആളുണ്ടാവും. ഇപ്പൊ സുധാകരൻ മത്സരിക്കട്ടെ, റിജിൽ മാക്കൂറ്റിയെ നിർത്തും, റിജിൽ മാക്കൂറ്റി ജയിക്കൂടെ കണ്ണൂര്. എന്താണെങ്കിലും വലതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങളാണ്. ഒന്ന് കണ്ണൂർ ടൗണും മറ്റൊന്ന് കോന്നിയും. അവിടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയല്ല, വിജയസാധ്യത 100% സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിൽ മാത്രമേ അവിടെ പച്ചവിടാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ശുഭകരമായൊരു വാർത്ത വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം.